ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, എന്നൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മക്കളുടെ വിവാഹം കഴിഞ്ഞ്, പ്രത്യേകിച്ച് ആൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് അവർ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ താമസിക്കുന്ന ചില മാതാപിതാക്കൾ പറയും അവർക്ക് ഇഷ്ടം അവരുടെ കൂട്ടത്തിൽ മക്കൾ താമസിക്കാൻ, മകനും മരുമകളും ഒക്കെ അവരുടെ കൂട്ടത്തിൽ താമസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നല്ലത്, അത് അവരെ സെപ്പറേറ്റ് താമസിക്കാൻ വിടുന്നതാണ് നല്ലത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആൺമക്കൾ വിവാഹം കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് മാതാപിതാക്കളുടെ കൂട്ടത്തിൽ, അതായത് മകൻ എപ്പോഴും മാതാപിതാക്കളുടെ കൂട്ടത്തിൽ താമസിക്കുന്ന ഇഷ്ടമായിരിക്കും. പക്ഷെ മരുമകൾക്ക് അതിഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് അത് കൺസിഡർ ചെയ്തിട്ട് അതനുസരിച്ച് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം മകനെ ഇപ്പം എല്ലാവർക്കും തന്നെ ജോലി കാണുമല്ലോ. വിവാഹം കഴിക്കുമ്പോഴത്തേനും ജോലിയൊക്കെ സമ്പാദിച്ചിരിക്കും കൂടുതൽ ആൾക്കാർ. അങ്ങനെയുള്ളവർ ഇപ്പം ചിലർ ജോലി സ്ഥലത്ത് താമസിക്കാതെ അവൻ്റെ വീട്ടിൽ തന്നെ, അതായത് ചിലവ് ചുരുക്കാനുള്ള ഒരു മാർഗം കൂടി ആയിരിക്കും അവർ നോക്കുന്നത്. അവനവൻ്റെ വീട്ടിൽ ഭാര്യമാരെ ആക്കിയിട്ട് ജോലി സ്ഥലത്ത് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഡെയിലി വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ട് വരുന്നവരുണ്ട്. പക്ഷെ അതിലൊക്കെ നല്ല എന്താണെന്നറിയാമോ, എന്നെ അവർ ജോലി സ്ഥലത്തിനടുത്ത് ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറുക. അപ്പോൾ രണ്ട് കൂട്ടരും വേറെ വേറെ സ്ഥലത്ത് താമസിക്കുമ്പോൾ ആ രണ്ട് കൂട്ടരും തമ്മിലുള്ള ആ സ്നേഹം അവിടെ നിലനിൽക്കും. ഇപ്പം രണ്ട് കൂട്ടരും ഇപ്പം മക്കളാണ്, അമ്മായിയമ്മയും അമ്മായിപ്പനും മകനും മരുമകളും ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരിങ്ങനെ നിരന്തരമായിട്ട് ഒരുമിച്ച് ഇടപെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേട്, അവരുടെ പ്രവൃത്തിയിലോ സംസാരത്തിലൊക്കെ ഇഷ്ടക്കേട് വരും. അത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മളിങ്ങനെ വേറെ താമസിക്കുന്നെങ്കിൽ അത് നമ്മൾ വല്ല സമയത്തും ഇടയ്ക്കിടയ്ക്കല്ലേ കാണുന്നുള്ളൂ. അപ്പം നമുക്ക് സ്നേഹമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള വർത്തമാനം കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം അവർ തമ്മിലുള്ളൊരു ഇഷ്ടക്കേട് കൂടുതലായിട്ടും വരാതിരിക്കുക, ഉള്ള സ്നേഹം അവിടെ നിലനിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ മാതാപിതാക്കൾ ചില മാതാപിതാക്കൾക്ക് നിർബന്ധമാണ് മകൻ വേറെ പോകരുത്, കൂടെ തന്നെ താമസിക്കുന്നത്. അവർക്കൊരു മാനസികമായിട്ടൊരു സന്തോഷമാണ്. പക്ഷെ അവർക്ക് മാനസികമായിട്ട് സന്തോഷമാണെങ്കിലും മരുമകൾക്ക് അത് വീട്ടിൽ വന്നു കയറുന്ന മകൾക്ക് അത് അത്ര സന്തോഷകരമായിരിക്കണമെന്നില്ല. കാരണം ഒരു പുതിയ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പലരുമായിട്ടുള്ള കാര്യങ്ങളിൽ അവൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അവരുടെ വീട്ടിലെ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ അവർ നോക്കുമ്പോൾ, അപ്പോൾ അമ്മയും അപ്പനും നോക്കുമ്പോൾ വന്ന മരുമകൾ അവരുടെ രീതിക്കല്ല. അവൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം വരും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്നാ ചെയ്യണ്ടേ? മാതാപിതാക്കൾ നിവൃത്തിയുള്ളിടത്തോളം, അവരുടെയൊക്കെ ആരോഗ്യം ഉള്ളിടത്തോളം കാലം മക്കൾ കൂടെ താമസിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്, അല്ലേ? അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ തന്നെ അവർക്ക് തന്നെ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾ മക്കളെ ജോലി സ്ഥലത്തോട്ട് മാറി താമസിച്ചാലും ഇടയ്ക്കിടയ്ക്ക് പേരൻസ് അവിടെ വിസിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വിസിറ്റ് ചെയ്ത് അവർ അധികം പറ്റുമെങ്കിൽ അടുത്താണെങ്കിൽ അന്ന് തന്നെ തിരിച്ചു പോരോ, ഇല്ലയോ 1-2 ദിവസം താമസിച്ച് മാക്സിമം തിരിച്ചു പോരാൻ നോക്കണം. കൂടുതൽ നാൾ അവരുടെ കൂടെ നിന്ന് അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇടപെടാൻ, നമ്മൾ ഓരോ കാര്യത്തിലും അഭിപ്രായം പറയാൻ തുടങ്ങും. അതിപ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചാലും ആൾക്കാർ അങ്ങനെ പറഞ്ഞു പോകും ഓരോ കാര്യത്തിലും അഭിപ്രായം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലേ? നമ്മൾ കൂടെ പോയി നിൽക്കാതിരുന്ന് വെച്ചാൽ പിന്നെ അവർക്ക് ഇപ്പം മകന് സ്വന്തം മകനായതുകൊണ്ട് എപ്പോഴും പേരൻസ് കൂടെ ഉള്ളവർക്ക് ഒരു കംഫർട്ടായിരിക്കും. പക്ഷേ മരുമകൾക്ക്, അതായത് പിന്നെ മകൻ്റെ ഭാര്യയ്ക്ക് അതത്ര സന്തോഷമായിരിക്കണമെന്നില്ല. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണം. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വേറെ ആരും അഭിപ്രായം പറയാനോ ഇടപെടാനോ ചെയ്യുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പറ്റുന്നതും ഒഴിവായി നിൽക്കുക. എന്തിനാ നമുക്ക് പറ്റുകയില്ലാതെ വരും, അത്രയും മേലാതെ വരുമ്പോൾ മാത്രം അവരുടെ സഹായം തേടിയാൽ മതി, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ തന്നെ മാനേജ് ചെയ്തു. അങ്ങനെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അങ്ങനെയാണ്. ഈ പ്രായമായ പേരൻസ് എല്ലാവരും തനിയെ താമസിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും അതുപോലെ മേലാതെ വരുമല്ലോ, ഷോപ്പിങ് കാര്യങ്ങൾ സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനൊക്കെ മക്കൾ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ അവർ തനിയെ അവർക്ക് പറ്റുന്ന അത്രയും കാലം തന്നെ പോയി ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അവർ തന്നെത്താൻ ചെയ്യും. ഇനി അത്രയും പറ്റുകയല്ലാതെ വരുമ്പം അവരുടെ കെയറേഴ്സ് അങ്ങനെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വന്ന് ഹെൽപ്പ് ചെയ്യും. അതിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും.
ഇപ്പം നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. കാരണം മക്കളെ ആശ്രയിച്ച് മക്കളെ ബുദ്ധിമുട്ടിക്കാതെ അവർ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഹോം നേഴ്സസിനെയൊക്കെ കിട്ടില്ല. ഇപ്പോൾ പേരൻസിന് ആവശ്യതയായി മേലെന്നായി കഴിഞ്ഞാൽ കൂടുതലും മക്കളെ ബുദ്ധിമുട്ടിക്കാതെയും മരുമക്കളെ ബുദ്ധിമുട്ടിക്കാതെയും പിന്നെ ഹോം നേഴ്സസിനെയൊക്കെ വെച്ച് അവരെ നോക്കാനായിട്ട് ശ്രമിക്കണം അല്ലേ. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതല്ലേ നല്ലത്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ. അതായത് മാതാപിതാക്കളാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് അതനുസരിച്ച് ചെയ്യേണ്ടത്. ഒത്തിരി ദുർവാശിയൊന്നും പിടിക്കാതെ എന്നാൽ മരുമകൾ എൻ്റെ പരിധിക്ക് വരട്ടെ എന്നുള്ള ആ രീതിക്ക് നിൽക്കാതെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കി നമ്മുടെ സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അവരുടെ സ്വാതന്ത്ര്യം അവർക്കും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. മാതാപിതാക്കളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിച്ച് നോക്കുക. ഇതിൻ്റെ അഭിപ്രായം എന്തൊക്കെയാണ്, അനുകൂലമാണേലും പ്രതികൂലമാണേലും കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.